ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ തൊട്ട് 28/12/2024 10th പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം തുടങ്ങുകയാണ്. അപ്പം ഫസ്റ്റ് സ്റ്റേജിൽ കുറച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. ബാക്കി ഹാൾ ടിക്കറ്റ് വരാത്ത, അപ്ലൈ ചെയ്തിട്ടും ഹാൾ ടിക്കറ്റ് വരാത്ത ഉദ്യോഗാർത്ഥികൾ വിഷമിക്കേണ്ട. ഇനി 3 സ്റ്റേജും കൂടിയുണ്ട്. 2025 ജനുവരിയിൽ 2 സ്റ്റേജ് എക്സാം ഉണ്ട്. ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് 1 സ്റ്റേജ് കൂടിയുണ്ട്. അങ്ങനെ ഇനിയും 3 സ്റ്റേജ് കൂടിയുണ്ട്. ഇനി ഹാൾ ടിക്കറ്റ് അപ്ലൈ ചെയ്തിട്ട് ഹാൾ ടിക്കറ്റ് വരാത്തവർക്ക് അതിലെ 3 സ്റ്റേജിലെ ഏതെങ്കിലും ഒരു സ്റ്റേജിലായിരിക്കും എക്സാം നടക്കുന്നത്. അപ്പൊ നാളെ ഉള്ള എക്സാമിന്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റിലത്തെ എക്സാം ആണ് സ്റ്റോർ കീപ്പർ, കാറ്റഗറി നമ്പർ 134/2023. കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ അത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. 4,46,115 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എക്സാം ആണ് സ്റ്റോർ കീപ്പർ 259/2023. അത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ്. അതും സ്റ്റേറ്റ് വൈഡ് ആണ്. അത് 4,32,359 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നുള്ള എക്സാം ആണ് അസിസ്റ്റന്റ് ടൈം കീപ്പർ. അത് 4 ജില്ലയിലാണ് വരുന്നത്. 446/2023. അത് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ്. അത് തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ എന്നീ 4 ജില്ലകളിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അത് തിരുവനന്തപുരത്ത് 1,25,728 പേരും, എറണാകുളത്ത് 98,219 പേര്, പാലക്കാട് 73,811 പേര്, കണ്ണൂർ 73,690 പേര്. ഇനി അടുത്തൊരു എക്സാം ആണ് ഓഫീസ് അറ്റൻഡന്റ് 500, കാറ്റഗറി നമ്പർ 587/2023. അത് ആണ്. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഇവിടങ്ങളിലുള്ള പോസ്റ്റ് ആണ്. നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് പോസ്റ്റായിട്ട് കണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണിത്. അത് സ്റ്റേറ്റ് വൈഡായിട്ടാണ് എക്സാം നടക്കുന്നത്. നാളെ എക്സാം എഴുതുന്നത് 8,39,724 പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു എക്സാം ആണ് ലാബോറട്ടറി അസിസ്റ്റന്റ്. 14 ജില്ലകളിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 447/2023. അത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബോറട്ടറി അസിസ്റ്റന്റ് ആണ്. അത് 14 ജില്ലകളിലുമുണ്ട്. അപ്പൊ തിരുവനന്തപുരത്ത് 86,572 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. കൊല്ലത്ത് 49,725, പത്തനംതിട്ടയിൽ 15,484, ആലപ്പുഴയിൽ 31,981, കോട്ടയത്ത് 21,285, ഇടുക്കിയിൽ 16,133, എറണാകുളത്ത് 51,461, തൃശൂർ 34,236, പാലക്കാട് 46,916, കോഴിക്കോട് 46,633, വയനാട് 15,686, കണ്ണൂർ 32,363, കാസർഗോഡ് 19,106. പിന്നെ എക്സാം ആണ് പിയൂൺ റൂം അറ്റൻഡന്റ്. അത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിലാണ്. അത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. അത് കാറ്റഗറി നമ്പർ 696/2023. ഈ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരും എക്സാം എഴുതണമെന്നില്ല. ഇനി ഇതല്ല റൗണ്ട് ഫിഗർ. കാരണം ഇപ്പം നമ്മളിപ്പോ ലാബോറട്ടറി അസിസ്റ്റന്റ് നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് 86,572 പേരാണ് അപ്ലൈ നോമിനേഷൻ കാണിക്കുന്നത്. പക്ഷേ ഇത് ഫസ്റ്റ് സ്റ്റേജിലുള്ള ആൾക്കാരാണ്. ഇനി സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്, തേർഡ് സ്റ്റേജ് ഉണ്ട്, ഫോർത്ത് സ്റ്റേജ് ഉണ്ട്. അപ്പൊ അതിന്റെയും കൂടെ ആൾക്കാർ ഓരോ ജില്ലയിലും എഴുതാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്ത് 86,572 പേരല്ല ലാബോറട്ടറി അസിസ്റ്റന്റ് എക്സാം എഴുതുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതിന് ബാക്കി 3 സ്റ്റേജിലൂടെ വരുന്ന ആൾക്കാർ വരുമ്പോഴാണ് ടോട്ടൽ തിരുവനന്തപുരത്ത് എത്ര ആൾക്കാർ എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആ സ്റ്റേജിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. ഓക്കെ, ഇത്രയും എക്സാം ആണ് മെയിൻ ആയിട്ട് നാളെ നടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് അല്ലാത്ത എക്സാം, ചെറിയ പോസ്റ്റിന്റെ ഒക്കെ എക്സാം ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നാളെ എക്സാം നടക്കുന്നത്. അപ്പൊ നമുക്ക് നാളെ നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ചിലപ്പം സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ നല്ല ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതിലൊന്നും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തളരരുത്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ കറക്കി കുത്തരുത്. കറക്കി കുത്തി നമുക്ക് മാർക്ക് മേടിച്ചെടുക്കാം എന്നുള്ള കാര്യം ഒരിക്കലും നടക്കില്ല. ഒരു തവണ ചക്ക വീണ് മുയിൽ ചത്തെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തവണ ചക്ക വീണ ഉടനെ മുയിൽ ചാവില്ല. അങ്ങനെ നമുക്ക് കറക്കി കുത്തി എഴുതണമെന്നുണ്ടെങ്കിൽ തന്നെ ശുക്രനിൽ ബുധന്റെ തട്ടി നിൽക്കണം. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമേ നമ്മൾ കറക്കി കുത്തി എഴുതി ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, പഠിച്ച കാര്യങ്ങൾ മാത്രം നമ്മൾ റിവൈൻഡ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് നോക്കുക. സയൻസിന്റെ കൂടുതൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ മൈനസ് എഴുതരുത്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ, നാളത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കിട്ടുമ്പോൾ ഏകദേശം 50 മാർക്കോളം നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മളെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി എഴുതുന്ന ആ ഒരു ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിന് തന്നെ നിങ്ങൾക്ക് ഒരു 50 മാർക്ക് 55 മാർക്കോളം നിങ്ങൾക്ക് അവിടെ കിട്ടും. റിവൈൻഡ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് മൈനസ് മാർക്ക് കൂടുതൽ അടിക്കാനുള്ള സാധ്യത ഉള്ളത്. ഫസ്റ്റ് റൗണ്ട് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 55 മാർക്ക് ഉണ്ടെങ്കിൽ സെക്കൻഡ് റൗണ്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുക. അപ്പൊ നിങ്ങളൊരു 10 മാർക്കോട് കിട്ടിയാൽ തന്നെ അവിടെ 65 മാർക്ക്. പിന്നെ മൂന്നാമത് നിങ്ങൾ നോക്കി വരുമ്പോഴത്തേക്ക്
വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എഴുതി വെക്കുക. അതായത് ക്വസ്റ്റ്യൻ ഒരു ആവറേജ് നിൽക്കുകയാണെങ്കിൽ, ആവറേജ് എബോ ആവറേജ് ക്വസ്റ്റ്യൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 55-60 ചിലപ്പോൾ ഒരു പക്ഷേ നല്ല മാർക്ക് ആയിരിക്കാം. അല്ല സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കുറച്ചുകൂടെ ഒക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് ഒരു ആവറേജ് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കും. നിങ്ങൾ ആദ്യമായിട്ടുള്ള എക്സാം എഴുതാൻ പോകുന്നു. പല എക്സാമും വിജയിച്ചും അല്ലാതെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർ കാണും, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആൾക്കാർ കാണും, എക്സാം എഴുതി തഴക്കം പഴക്കം ചെന്ന ആൾക്കാർ കാണും. അവർക്ക് അറിയാമല്ലോ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ 100 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എത്രത്തോളം ഇതിന്റെ എഴുതാൻ പറ്റും എന്നുള്ള കാര്യം ചിന്തിച്ചിട്ട് മാത്രം നിങ്ങൾ എഴുതുക. അല്ലാതെ കറക്റ്റ് നിങ്ങൾ 90, 100 ഒന്നും എഴുതി വെക്കരുത്. നമ്മൾ നാളെ എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു അനാലിസിസ് വീഡിയോ ആയിട്ട് നമ്മൾ കാണാം. അപ്പം ആരും ടെൻഷൻ അടിക്കരുത്. എല്ലാവരും നല്ല വൃത്തിയായിട്ട് പോയി എക്സാം എഴുതുക. പഠിച്ച എല്ലാവർക്കും നല്ല വിജയാശംസകൾ. ഓക്കെ, അപ്പം നാളെ നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.